നമ്മൾ ഈ സെഗ്മെന്റിൽ ഒരു ദിവസം നടക്കുന്ന വലിയ ചർച്ചയായി നിൽക്കുന്ന നേതാക്കൾ തന്നെ പറഞ്ഞുകൊണ്ട് ചർച്ചയാകുന്ന വിഷയങ്ങളിലേക്ക് വിഷയങ്ങൾക്കപ്പുറം വിവാദങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടപ്പോൾ ഇന്ന് രണ്ട് വിവാദങ്ങൾ പ്രധാനമായും ചർച്ചയായ വിഷയങ്ങളാണ്. ഒന്ന്, പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്ക് എതിരായ തോമസ് ഐസക്കിന്റെ പരാമർശം. അത് വലിയ തരത്തിൽ മോശമായ ഒരു പരാമർശമായിരുന്നു. അദ്ദേഹത്തിന് തന്നെ അത് തോന്നി. അത് പിന്നീട് അദ്ദേഹം തന്നെ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഖേദം പ്രകടിപ്പിച്ചതിന് ശേഷമുള്ള പിഷാരടിയുടെ ഒരു പ്രതികരണം, മുതിർന്ന നേതാവ് എന്നോട് മാപ്പ് പറയേണ്ട സാഹചര്യമൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. മറ്റൊന്ന്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ ആ ഗുരുവായൂരിൽ ഒരു വർഗീയ പരാമർശം. അത് പക്ഷേ അതിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത്. അപ്പം ആദ്യം നമുക്ക് ആ പാലക്കാട്ടെ ആ പ്രതികരണങ്ങളൊന്നും കേട്ടാലോ? തീർച്ചയായും ആ പ്രതികരണങ്ങളിലേക്ക്. പാലക്കാട് LDF ഉണ്ടാക്കിയിട്ടുള്ള ഏതോ ഡീലിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിന് വിശദീകരണം നൽകുന്ന വേളയിൽ കോമാളി എന്നൊരു പ്രയോഗം ഞാൻ നടത്തി. അത് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിക്ക് മനോവിഷമം ഉണ്ടാക്കിയതിൽ എനിക്ക് ഖേദമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിനെ കുറിച്ചൊന്നും മോശം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. മനോവിഷമമായെങ്കിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനോവിഷമമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു, അത്രേ ഉള്ളൂ. വേറെ അതിൽ അങ്ങനെ അദ്ദേഹം മാപ്പ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പം തെറ്റ് പറ്റുന്നത് ഒരാൾക്ക് മനസ്സിലാകുന്നു, മറ്റുള്ള അതിനെ അംഗീകരിക്കാൻ ശ്രമിക്കുന്നു. വളരെ മനോഹരമായ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള ഒരു കാഴ്ചയാണ്. അതേപോലെ അല്ല പക്ഷേ ഗുരുവായൂർത്തെ വിഷയം ഇപ്പോഴും ബി ഗോപാലകൃഷ്ണൻ അതിന് പുറകോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. അപ്പം നമുക്കപ്പം വൈൻഡപ്പ് ചെയ്താലും കൊല്ലത്തെ കൊല്ലത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ എത്താം.